ക്യാവറ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് ന്യൂസിലൻഡിലെ 2 ഫാമുകൾ കാണാനാണ്. ഇവ രണ്ടും ഓക്ലൻഡ് കൗൺസിലിന് അണ്ടറിലുള്ള 2 റീജിയണൽ പാർക്കുകളാണ്. അതിനാൽ പ്രവേശനം ഫ്രീയുമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണാനും ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മൾ യാത്ര നടത്തുന്നത് ന്യൂസിലൻഡിലെ വിന്ററിന്റെ അവസാന സമയത്താണ്. അതുകൊണ്ട് ഓക്ലൻഡിന്റെ ഗ്രാമങ്ങളെല്ലാം നല്ല പച്ചപ്പും പുതുതായി കിളുത്തു വരുന്ന ചെടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭംഗിയായിട്ട് നിൽക്കുകയാണ്. അതുമാത്രമല്ല, ആട്ടുംകുട്ടികൾ ജനിക്കുന്നതും ഏറെക്കുറെ ഈ ഒരു സമയത്താണ്. ഈ യാത്രയിൽ നമ്മൾ ആദ്യം പോകുന്നത് ആംബുരി റീജിയണൽ പാർക്കിലേക്കാണ്. മോട്ടോർവേ വഴിയാണ് നമുക്ക് യാത്ര ചെയ്യുന്നത്. നല്ല മേഘാവൃതമായ കാലാവസ്ഥയാണ്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. പോകും വഴിയെ മോട്ടോർവേയുടെ സൈഡിലായിട്ട് നമ്മളൊരു ചർച്ച് ഉണ്ട്. അത് പണിഞ്ഞു വരുന്നതേ ഉള്ളൂ, എന്നാലും നല്ല ഭംഗിയുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ലാൻഡ്മാർക്കായി മാറാനുള്ള ചാൻസ് ഉണ്ട്. പാർക്കിന്റെ അടുത്തെത്തുമ്പോഴേക്കും നമ്മൾ പിന്നെ റെസിഡൻഷ്യൽ ഏരിയ കൂടെയാണ് പോകുന്നത്. 2 സൈഡും നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ നല്ല ഭംഗിയുള്ള വീടുകളുള്ളൊരു നൈബർഹുഡ്. അവയിൽ ഒരു വീട് നമ്മുടെ കണ്ണിൽപ്പെട്ടു. അതിന്റെ ഭിത്തി മുഴുവൻ വള്ളിച്ചെടികൾ കൊണ്ടിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഈ കാണുന്ന പോലെയാണ് ന്യൂസിലൻഡിലെ എല്ലാ റെസിഡൻഷ്യൽ ഏരിയയുടെയും ലേഔട്ട്. റോഡ്, അത് കഴിഞ്ഞ് കുറച്ച് പുൽത്തകിടി, അത് കഴിഞ്ഞ് ഫുട്പാത്ത്, പിന്നെ വീണ്ടും പുൽത്തകിടി, അത് കഴിഞ്ഞിട്ടാണ് വീടിന്റെ മതിലോട്ട് അങ്ങോട്ട് തുടങ്ങുന്നത്. പലരും അവരുടെ വീടിന്റെ പരിസരം എല്ലാം നല്ല ചെടികളും പൂക്കളും ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ വീടിന് മുറ്റത്ത് പുല്ലും വളർത്തിയിരിക്കും. അത് നല്ല ഭംഗിയായിട്ട് വെട്ടി നിർത്തുകയും ചെയ്യും. അതിവിടെ നിർബന്ധമാണ്. അതാ നോക്കൂ, ആ കാണുന്നതാണ് മാംഗ്രേ മൗണ്ടൻ. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഇവിടെ പോയിരുന്നു. അന്ന് അതിന്റെ മുകളിൽ നിന്ന് നമ്മൾ ഈ ആംബുരി റീജിയണൽ പാർക്ക് കണ്ടിരുന്നു. അന്ന് തീരുമാനിച്ചാണ് ഇവിടെ പോകണമെന്ന്. അങ്ങനെ നമ്മൾ ആംബുരി റീജിയണൽ പാർക്കിൽ എത്തിയിരിക്കുന്നു. ഭയങ്കര വലുതാണിത്. നല്ല പച്ച പരവതാനി വിരിച്ച പോലെ ഇങ്ങനെ കണ്ണെത്താ ദൂരത്തായിട്ട് കിടക്കുക. നടപ്പാതകൾ കൂടുതലും കല്ല് വിരിച്ചതുകൊണ്ട് നടക്കാനും സുഖമാണ്. ഇവിടെ കുറെ കാഴ്ചകൾ കാണാനുണ്ട്, ഒരുപാട് നടക്കാനുണ്ട്, കുറെ മൃഗങ്ങളുണ്ട്. കൂടുതലും നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളാണ്. മയിലുണ്ട്, കോഴികളുണ്ട്, കുതിരകളുണ്ട്, പന്നിക്കുട്ടന്മാരുണ്ട്, ചെമ്മരിയാട്, ആടിന്റെ പല വർഗ്ഗങ്ങള്, പശുക്കള്, അങ്ങനെ കുറെ മൃഗങ്ങളുണ്ട്. മിക്കതും നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ള ജീവികളൊക്കെ തന്നെ ആണെങ്കിലും ഇവരെ കണ്ടിങ്ങനെ നടക്കുമ്പോൾ നമുക്കൊരു ശാന്തതയും എന്തോ ഒരു കൗതുകവും സമാധാനവും കിട്ടാറുണ്ട്. ഫാമിനുള്ളിലേക്ക് ആദ്യം കയറിയപ്പോൾ തന്നെ കണ്ടത് ന്യൂസിലൻഡിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഈ സീഗളിനെയാണ്. സദേൺ ബ്ലാക്ക് ബാക്ക്ഡ് ഗൾ എന്നാണ് ഇതിന്റെ പേര്. സാധാരണ സീഗൾസിനെക്കാട്ടിലും കുറച്ചുകൂടെ വലിപ്പം ഇവയ്ക്കുണ്ട്. കല്ല് വിരിച്ച വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് നടത്തുന്നു തുടങ്ങി. നമ്മൾ നടന്നെത്തിയത് ഒരു ബാണിന്റെ ഫ്രണ്ടിലാണ്. അതിന്ന് അടച്ചിട്ടേക്കുകയാണ്. എന്നാലും നല്ല ഭംഗിയുള്ളത് കൊണ്ട് കുറച്ചു നേരം അവിടെ കറങ്ങി. എവിടെ നോക്കിയാലും കോഴികളുണ്ട്. അവ നമ്മളെ ഇങ്ങനെ പിന്തുടരുന്നുമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എത്തിയത് ഒരു ഷിയറിംഗ് ഷെഡിലേക്കാണ്. ഈ ഷിയറിംഗ് ഷെഡിലാണ് ചെമ്മരിയാടുകളുടെ രോമം വെട്ടുന്നത്. പിന്നെ അത് വൂളാക്കി മാറ്റുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന മൃഗത്തിന്റെ രോമം ചെമ്മരിയാടിന്റെ രോമമാണ്. ഇനി നമുക്ക് മിൽക്കിംഗ് ഷെഡിലേക്ക് പോകാം. അതാ വീണ്ടും ഒരു കോഴി നമ്മുടെ പുറകിൽ. ഇവർ നടത്തം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഇവിടെ ടൂറിന് വന്നൊരു സ്റ്റൈലാണ്. അങ്ങനെ നടന്ന് നമ്മൾ മിൽക്കിംഗ് ഷെഡിന്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെയാണ് ഇവര് പശുവിന്റെ പാല് കറക്കുന്നത്. അതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും മറ്റ് സാധനങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും പിന്നെ ഈ പശുക്കളുടെ പേര്, അവരുടെ മക്കളുടെ പേര്, എത്ര ലിറ്റർ പാൽ ഇന്നലെ കറന്നു, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വരുന്നവർക്ക് കാണാനും എങ്ങനെയാണ് ഇതൊക്കെ ഇവർ ചെയ്യുന്നതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ കൂടുതലും കുട്ടികളെ പഠിപ്പിക്കാനും കൂടെയാണ് ഇവരിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കണ്ട ശേഷം നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ട്രെയിലിലൂടെ നടക്കാൻ തുടങ്ങി. ഇനി നമുക്ക് ഫാമിനുള്ളിലൂടെ എല്ലാം കുറച്ചു നേരം നടക്കാം. പാറക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഭിത്തികളും തടി കൊണ്ട് നിർമ്മിച്ച വേലികളും ഒക്കെ നമ്മളെ മനോഹരമായൊരു മധ്യകാല അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോയൊരു ഫീലിംഗ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ട്രെയിനിലൂടെ നടന്നു പോകുമ്പോഴാണ് നമ്മളൊരു കുതിരയെ കണ്ടത്. പുള്ളി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഒരു ലോൺലിനെസ് നമുക്ക് പുള്ളിയിൽ കാണാനുണ്ട്. ആരെങ്കിലും എന്നെ വന്നൊന്ന് മൈൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ഉണ്ട് അളിയനെ നിപ്പൊക്കെ. കുതിരകൾക്കും മറ്റു മൃഗങ്ങൾക്കും
വരുന്നവരാരും ഫുഡൊന്നും കൊടുക്കരുതെന്ന് പ്രത്യേക നിർദ്ദേശം എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. ചില ഫുഡ് ഐറ്റംസ് ഇവർക്ക് കാലിനും വയറിനും ഒക്കെ അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ മറ്റ് പ്രശ്നങ്ങളും ഇവർക്ക് ഉണ്ടാവാറുണ്ട്. പല നിറത്തിലും പല സൈസിലുമുള്ള പശുക്കളും ഉണ്ട് ഇവിടെ. പല പല ബ്രീഡുകളായിരിക്കും. ഇവയെല്ലാം ഇവിടെ ഇങ്ങനെ വിശാലമായ സ്ഥലത്ത് ഫുഡ് കഴിച്ച് തിമിർത്ത് നടക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു കുതിര അവിടെ നിൽക്കുന്നു. പുള്ളിക്കാരൻ കുറച്ച് ഇൻട്രോവേർട്ടഡ് ആണ്. നമ്മുടെ അടുത്തേക്കൊന്നും വരത്തില്ല. കുറെ കിളികൾ അവിടെ പറന്നിറങ്ങി. ആ കിളികൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ. ഇവിടെ ഒരു ബിരുദൻ കുതിരയുടെ ഫ്രണ്ടിൽ അഭ്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. നിരവധി ആളുകൾ നടക്കാനും സൈക്ലിങ്ങിനും പിക്നിക്കിനും ഒക്കെ ആയിട്ട് വരുന്ന ഒരു പോപ്പുലർ ഡെസ്റ്റിനേഷനാണ് ആംബുരി റീജിയണൽ പാർക്ക്. ഈ ഏരിയയിലൊക്കെ ഫിഷിങ്ങിന് വരുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ബോർഡ്. ഇവിടെ കിട്ടുന്ന ഫിഷുകളുടെ പേരും പിടിക്കാവുന്ന മീനിന്റെ സൈസും ഒക്കെ ഉണ്ട്. ഇത്ര സൈസിൽ കുറഞ്ഞ മീനുകളെ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ തിരിച്ച് വെള്ളത്തിലേക്ക് വിടണമെന്നാണ്, അല്ലെങ്കിൽ നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. നമുക്ക് എത്ര നേരം വേണേലും ഇവിടെ കറങ്ങി നടക്കാം. ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, തുറക്കുന്ന ഗേറ്റുകളൊന്നും അടയ്ക്കാൻ മറക്കരുത്. അങ്ങനെ നമ്മളൊരു ഗേറ്റ് തുറന്ന് വിജനമായ ഫാമിൻ്റെ ഉള്ളിലേക്ക് നടത്തം തുടങ്ങി. നമ്മൾ കഴിഞ്ഞ വട്ടം പോയ മാംഗ്രേ മൗണ്ടൻ എന്ന അഗ്നിപർവ്വതം 1800 വർഷങ്ങൾക്ക് മുന്നേ പൊട്ടി ഉണ്ടായതാണ് ഈ ഏരിയ എല്ലാം. 700 വർഷങ്ങൾക്ക് മുന്നേ ന്യൂസിലൻഡിന്റെ നേറ്റീവ്സ് ആയ മൗറീസ് ഇവിടെ വന്ന് ഗാർഡനിങ് തുടങ്ങി. 80 വർഷങ്ങൾക്ക് മുന്നേ യൂറോപ്യൻസ് വന്ന് ഇവിടെ സെറ്റിലായി ഫാമിംഗ് തുടങ്ങി. ഇപ്പോൾ ഇത് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്ത ഒരു റീജിയണൽ പാർക്കായി മാറിയിരിക്കുന്നു. നല്ല പച്ചപ്പ് നിറഞ്ഞ വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് നടന്നു പോവുകയാണ്. വളരെ മനോഹരമായൊരു വാക്കാണിത്. നല്ല സമാധാനവും തോന്നുന്നുണ്ട്. നടന്നു നീങ്ങുമ്പോഴാണ് ബുഷിനിടയ്ക്ക് എന്തോ ഒരു ശബ്ദം കേട്ടത്. നോക്കിയപ്പോൾ അതാ 2 ബ്ലാക്ക് സ്വാനുകൾ. ഇന്നലെ മഴ പെയ്തുകൊണ്ട് കുറച്ച് വെള്ളക്കെട്ടുകൾ പോകുന്ന വഴിക്കൊക്കെ ഉണ്ടായിരുന്നു. പോകാൻ പറ്റുമോ എന്ന് അറിയാത്തതുകൊണ്ട് കുറച്ചു നേരം ഒന്ന് പകച്ചു നിന്നു. എന്നാലും പോകുന്ന വഴിയൊക്കെ ഇനി നല്ലതാകുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ അത് മുറിച്ചു കിടന്ന് മുന്നോട്ട് നടന്നു. നടന്ന് നമ്മളൊരു ക്യാമ്പിംഗ് ഗ്രൗണ്ടിലെത്തി. ഒരുപാട് ക്യാമ്പർ വാൻസ് ഒക്കെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ക്യാമ്പർ വാനിൽ യാത്ര ചെയ്യുന്നവർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് കുറച്ച് ദിവസമൊക്കെ നിൽക്കാറുണ്ട്. കൂടുതൽ മൃഗങ്ങളെ കാണാനായിട്ട് നമ്മൾ ഫാമിനുള്ളിലേക്ക് നടത്താൻ തുടങ്ങി. ആദ്യം കണ്ടത് നല്ല ചോക്ലേറ്റ് നിറമുള്ള ഒരു ആട്ടിൻകുട്ടിയാണ്. ആള് കുറച്ച് നാണക്കാരനാണ്. ആദ്യം ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചെങ്കിലും പിന്നെ തിരിഞ്ഞു നിൽപ്പായി. നല്ല നീളൻ വാലാണ് ഈ ആട്ടിൻകുട്ടിയെ. തൊട്ടടുത്ത് തന്നെ നല്ല വെള്ളപ്പൂടെയുള്ള മറ്റൊരു ചെമ്മരിയാട്. പുള്ളി നല്ല ഫ്രണ്ട്ലിയാണ്. ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് വരുന്നുണ്ട്. വരുന്നവരോടൊക്കെ നല്ല കൂട്ടുമാണ്. ഇവിടെയും കോഴികൾ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. ഓരോ കോഴിക്കും വെറൈറ്റി ലുക്ക് കേട്ടോ. നിങ്ങൾക്കറിയാമോ, മനുഷ്യര് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത് അല്ലെങ്കിൽ വളർത്താൻ തുടങ്ങിയ ആദ്യത്തെ മൃഗങ്ങളിലൊന്നാണ് ആടുകൾ. കുട്ടികളൊക്കെ കുസൃതിക്കാരാണല്ലോ. ഇവിടുത്തെ മൃഗങ്ങൾ അവരുടെ കുസൃതിത്തരത്തിന് കൂട്ടുനിൽക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് പുക്കെക്കോ. ന്യൂസിലൻഡിലെ ഒരു നേറ്റീവ് ബേർഡാണിത്. ഇവരെ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും കൃഷി നശിപ്പിക്കുന്നവരാണ് ഇവര്. അതുകൊണ്ട് ഇവിടുത്തുകാർ ഇതിനെ ഒരു പെസ്റ്റായിട്ടാണ് കാണുന്നത്. അങ്ങനെ മുന്നോട്ട് നടന്ന് നമ്മൾ പന്നിക്കുട്ടന്മാരുടെ ഏരിയയിലെത്തി. നല്ല കൊഴുത്ത് ഉരുണ്ടിരിക്കുന്ന മുസൽമാന്മാരായ പന്നിക്കുട്ടന്മാര്. അവരങ്ങനെ ഫുഡ് കഴിച്ച് അവരുടേതായ ഒരു ലോകത്താണ്. നമ്മളിവിടെ വരുന്നതൊന്നും അവർ അറിയുന്നില്ല. അവർ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കും കോഴികൾ കയറി അവരുടെ ഫുഡും കഴിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്ത് 33 ബില്യന് മുകളിൽ കോഴികളുണ്ടെന്നാണ് പറയുന്നത്. ഡിനോസറിന്റെ പിന്മുറക്കാരാണെന്നാണ് ഇവരറിയപ്പെടുന്നത്. അതുമാത്രമല്ല, നമ്മൾ മനുഷ്യരെ പോലെ ഇവരും സ്വപ്നം കാണാറുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ ഷെഡിലേക്ക് പോകാം. അവിടെ പല പല ടൈപ്പ് കോഴികളെ നമുക്ക് കാണാൻ പറ്റും. കോഴിയുടെ ഷെഡിനടുത്ത് ഒരുപാട് പക്ഷികളുണ്ട്. പ്രാവുകൾ, ടർക്കി, പിന്നെ മറ്റ് കുരുവികൾ എല്ലാവരും ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. പ്രാവുകളെ ഇവരിവിടെ സംരക്ഷിക്കാറൊന്നുമില്ല. അടുത്തുള്ള ഏരിയയിൽ നിന്നും ഇവരുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പ്രാവുകൾ ഇവിടെ എത്തുന്നത്. പ്രാവുകളും കോഴികളും തമ്മിൽ അടിയിടുന്നത് നമുക്ക് കാണാം. പല വെറൈറ്റീസ് ഉള്ള ചിക്കൻസ് കുട്ടികൾക്ക് ഭയങ്കര എൻ്റർടൈനിങ് ആണ്. ഇവിടെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു പാവയെ പോലുണ്ട്. മറ്റൊരാൾക്ക് നല്ല വെറൈറ്റി ഹെയർ സ്റ്റൈല്. വേറൊരാൾ വരുന്നവരുടെ കൂടെ ഇറങ്ങി പോവുകയാണ്.
അവിടുന്ന് ഇറങ്ങി വീണ്ടും ട്രെയിനിലൂടെ നടന്നു തുടങ്ങി. ഏതോ കുട്ടികളുടെ സ്കൂട്ടറൊക്കെ വഴി കിടപ്പുണ്ട്. അതൊക്കെ അവിടെ കളഞ്ഞിട്ട് അവർ മൃഗങ്ങളുടെ പുറകെ നടക്കുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു മയിലിനെ കണ്ടത്. എന്നാൽ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്നും പറഞ്ഞ് അതിൻ്റെ പുറകെ വെച്ച് പിടിച്ചു. മയില് വെള്ളം കുടിക്കാനായിട്ട് പോവുകയാണ്. ഫാമിൻ്റെ എല്ലായിടത്തും ഇതുപോലൊരു ചെറിയ കിണർ പോലെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അതിവിടുത്തെ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനും മറ്റു പക്ഷികൾക്ക് വന്ന് വെള്ളം കുടിക്കാനും സഹായിക്കുന്നു. അധികം നീളമില്ലാത്ത മയിൽപ്പീലികളാണ്. ഇവിടെ വരുന്നവരുടെയൊക്കെ അറ്റൻഷൻ നന്നായിട്ട് കിട്ടുന്നുണ്ട് പുള്ളിക്ക്. അതിൻ്റെ ഒരു ജാട ഉണ്ടെന്ന് തോന്നുന്നു. പീലി വിടർത്തുമെന്ന് കരുതി കുറച്ചു നേരം നമ്മൾ അവരെ നോക്കി നിന്നെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ താല്പര്യമൊന്നുമില്ല. ന്യൂസിലൻഡിലെ നേറ്റീവ് അല്ല പീക്കോക്ക്. ഇവരെ ഏഷ്യയിൽ നിന്നും കൊണ്ടുവന്നതാണ്. പണ്ട് ഇതിനെ 1840കളിൽ ഓർണമെന്റൽ പെറ്റ്സ് ആയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. അതായത് ലക്ഷറി വളർത്തുമൃഗം. പുള്ളിക്കാരൻ ഫോട്ടോ എടുക്കാനൊക്കെ പോസ് ചെയ്ത് തരുന്നുണ്ട്. നല്ലൊരു പോസറാണ്. പക്ഷെ പീലി വിടർത്തത്തില്ല. അതിന് മാത്രം ഭയങ്കര ഡിമാൻഡാണ്. കൂടുതൽ ആൾക്കാർ അവിടെ വന്നു തുടങ്ങിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. ഫാമിൻ്റെ എക്സിറ്റിലേക്ക് നടക്കുമ്പോഴാണ് കുറച്ച് ആട്ടിൻകുട്ടികളും അമ്മമാരും എല്ലാവരും നിരന്ന് നിന്ന് പുല്ല് കഴിക്കുന്നത് കാണുന്നത്. നിങ്ങൾക്കറിയാമോ, ന്യൂസിലൻഡിൽ മനുഷ്യരെക്കാട്ടി കൂടുതലുള്ളത് ആടുകളാണ്. ഒരാളിന് 4.6 ആടുകൾ എന്നാണ് കണക്ക്. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഇവിടുത്തെ ഗോൾഡൻ ഫ്രെയിം ആണ്. ഓക്ലാൻഡിൽ മൊത്തം 10 ഗോൾഡൻ ഫ്രെയിംസ് ആണുള്ളത്, പല പല ലൊക്കേഷനിലായിട്ട്. അതിലൊന്ന് ഈ ആംബുരി റീജിയണൽ പാർക്കിലാണ്. നമ്മുടെ ആംബുരി റീജിയണൽ പാർക്കിലെ സമാധാനപരമായ നടത്തത്തിൻ്റെ എൻഡിന് പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഫ്രെയിം. നമ്മുടെ ഓർമ്മയ്ക്കായിട്ട് ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്കിനി അടുത്ത ഫാമിലേക്ക് യാത്ര പോകാം. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഡൂഡർ റീജിയണൽ പാർക്കാണ്. ഡൂഡർ റീജിയണൽ പാർക്കിലേക്കുള്ള യാത്ര വളരെ മനോഹരമാണ്. കുറേ ദൂരം നമ്മൾ നല്ല പച്ചപ്പ് നിറഞ്ഞ ഫാം ഫീൽഡിന്റെ ഇടയ്ക്കൂടാണ് വണ്ടി ഓടിക്കുന്നത്. അതിനുശേഷം സീനറി നേരെ തിരിയുന്നു. പിന്നെ അങ്ങോട്ട് മൊത്തം ബീച്ചിന്റെ സൈഡിലൂടെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഒരു സൈഡിൽ കടലും ബീച്ചും, മറുവശത്ത് ബുഷസും മലകളും റെസിഡൻഷ്യൽ ഏരിയകളും ഒക്കെയാണ്. നല്ല മനോഹരമായൊരു ഡ്രൈവാണിത്. ഈ പോകുന്ന വഴിക്കാണ് മരട്ടായി എന്ന ബീച്ചും. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഡൂഡർ റീജിയണൽ പാർക്കിൽ എത്തിയിരിക്കുന്നു. നല്ല മനോഹരമായൊരു അന്തരീക്ഷമാണ് ഇവിടെ. ഈ പച്ചപ്പിന് മുകളിൽ വൈകിട്ടത്തെ സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ പതിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ല ലൈവ്ലി അറ്റ്മോസ്ഫിയർ. ആ പുല്ല് മത്തുകളിലൂടെ ആട്ടുംകുട്ടികൾ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നു. ഭയങ്കര ക്യൂട്ടാണ് അവരെല്ലാം. അവരുടെ ഈ കളിയും ചാട്ടമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത സന്തോഷമാണ്. ആട്ടുംകുട്ടികളെയും പിന്നിലാക്കി നമ്മൾ നടക്കാൻ തുടങ്ങി. ഈ ട്രെയിനിലൂടെ നടക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബീച്ചുകൾ കാണാൻ പറ്റും, വെറ്റ് ലാൻഡുകൾ കാണാൻ പറ്റും, പിന്നെ പുൽപ്പാടങ്ങളും കാണും. ഇതിലേക്കൂടെ നടന്ന് പാർക്കിന്റെ അറ്റം വരെ എത്താൻ പറ്റും. പക്ഷേ ഇത്തവണ നമ്മൾ അവിടെ വരെ പോകുന്നില്ല. നമ്മൾ ബീച്ച് വരെ പോയിട്ട് തിരിച്ചു വരികയാണ്. പക്ഷികളുടെ പാട്ടും ചെറിയ കാറ്റും കൊണ്ട് നടന്നെത്തിയതൊരു ചെറിയ ബീച്ചിലാണ്. അവിടെ മുഴുവൻ കക്കയുടെ തോടുകളാണ്. കുറച്ചു നേരം ബീച്ചിലും കറങ്ങി നിന്നിട്ട് നമ്മൾ തിരിച്ച് പാർക്കിലേക്ക് പോയി ആട്ടുംകുട്ടികളെ ഒന്നുകൂടെ കാണാം. ചെറുതായിട്ടൊന്ന് മഴ പൊടിച്ചു. അതുകൊണ്ട് ഇലകളിലും പുല്ലിലും എല്ലാം വെള്ളത്തുള്ളികളുണ്ടല്ലോ, ഇവ ഇങ്ങനെ ഈ സൂര്യന്റെ പ്രകാശം ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരുന്നു. അതൊരു മാജിക്കൽ ഫീലാണ് നമുക്ക് നൽകുന്നത്. ആട്ടുംകുട്ടികൾ ഭയങ്കര എനർജിയിലാണ്. ഓടിച്ചാടി അവിടെ എല്ലാം നടക്കുന്നു. ഇടയ്ക്ക് വലിയവരെ പോലെ ഇടിയിടുന്നുമുണ്ട്. എന്നാൽ ഇടിയിടുന്ന കാണാനും ഭയങ്കര ക്യൂട്ടാണ്. കുറച്ചു നേരം ഇടിയിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും അമ്മ എടുത്തോട്ട് ഓടും പാല് കുടിക്കാനായിട്ട്. എന്നിട്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങും. അതൊരു കണ്ടിന്യൂസ് സൈക്കിളാണ്. കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടി അമ്മമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. എന്നാലും അമ്മയുടെ പുറകെ അമ്മമാർ വീണ്ടും വെച്ച് പിടിക്കും. ആടുകൾ മാത്രമല്ല കേട്ടോ, ഇവിടെയും പല നിറത്തിലും വലിപ്പത്തിലുള്ള പശുക്കളുണ്ട്. അവരും ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് പുല്ലൊക്കെ കഴിച്ചിങ്ങനെ നടക്കുന്നു. ഒരുപാട് ആൾക്കാർ അവരുടെ ഫാമിലിയായിട്ടും കുട്ടികളുമായിട്ടും ഇവിടെ എത്താറുണ്ട്. അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഈ ആടുകളുടെ കൂടെയും മറ്റു മൃഗങ്ങളുടെ കൂടെയും കളിക്കാൻ പറ്റും, സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അവർ ഈ മൃഗങ്ങളെക്കുറിച്ച് പഠിക്കും, നേച്ചറിനെ പഠിക്കും. അതിലൂടെ നേച്ചറിനെയും അനിമൽസിനെയും ഒക്കെ റെസ്പെക്റ്റ് ചെയ്യാനും അവർ പഠിക്കുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കിവിടെ മൃഗങ്ങൾ പ്രസവിക്കുന്നതും കാണാൻ പറ്റും. നമ്മുടെ ഈ 2 യാത്രയും വളരെ മനോഹരമായിരുന്നു. പ്രകൃതിയും മൃഗങ്ങളും സന്തുഷ്ടരായ മനുഷ്യരും എല്ലാവരെയും നമുക്ക് കാണാൻ പറ്റി. തിരിച്ചു പോകുന്ന വഴി ബീച്ചിനടുത്ത് പോയി കുറച്ച് നേരം ഇരുന്നു.
ഇന്നത്തെ യാത്രയുടെയും കണ്ട കാഴ്ചകളും എല്ലാം നമ്മൾ ഒന്നുകൂടെ അയവിറക്കി. ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാൻ സമയമായി. ഇതൊരു റിഫ്രഷിംഗ് എസ്കേപ്പ് ആയിരുന്നു. നിങ്ങളെല്ലാവരും ഈ യാത്ര എൻജോയ് ചെയ്തെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയിൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് ഞങ്ങളോട് പറയാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കും. ബൈ. ലീവ്.